പോലീസുമായിട്ട് പിന്നെ നിവീന് പ്രത്യേകിച്ച് എൻ്റെ അറിവിൽ അനുഭവം ഉണ്ടോ? ഒന്ന് രണ്ട് ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ടാകാം. ഇല്ലില്ല, എനിക്കങ്ങനെ പറയത്തക്ക രീതിയിലുള്ള അനുഭവങ്ങളൊന്നുമില്ല. സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കുകയും ഓവർ സ്പീഡിന് ഓടിക്കുമ്പോൾ വണ്ടി പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നും മറ്റേ ഷൈൻ എബ്ബറിനോട് പെരുമാറിയോട് തന്നെ മോനെ എവിടുന്നാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണോ പോലീസ് നിവീനോട് പെരുമാറിയത്? ഇല്ല, അവർ അത് നിയമം കൃത്യമായിട്ട് പാലിക്കണം, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന പോലെ ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് ഒരിക്കൽ എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റിന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടില്ല എന്താണ് ഇതെങ്ങനെയെങ്കിലും തീർത്ത് അവിടെ അത് മാത്രം മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഭയങ്കരമായ ഒരു സ്റ്റഡി എനിക്ക് നടത്തണം. കാരണം എനിക്ക് പോലീസുകാരുടെ ഭാഷ അറിഞ്ഞൂടാ, അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് അറിഞ്ഞൂടാ, ഇവരെങ്ങനെയാണ് ഓരോ പ്രതികളോട് സംസാരിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഷൈൻ ചേട്ടൻ അത് പറഞ്ഞു. ഞാനിങ്ങനെ പലരുടെയായിട്ട് പോയി സംസാരിച്ചു, പല സ്റ്റേഷനിലും പോയി പല ആൾക്കാർ സംസാരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഞാൻ പറഞ്ഞു തന്നാൽ നിവിന് മനസ്സിലാവില്ല, നിവിന് നേരിട്ട് കാണുകയും പഠിക്കുകയും വേണം. അപ്പോൾ പോലീസുകാരെ പോയി ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഇതുപോലെ ഞാൻ പോലീസുകാരായിട്ട് പലരായിട്ട് സംസാരിച്ചു. ഞാൻ പല സ്റ്റേഷൻസിലും പോയി ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. പലരും പ്രതികളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഓരോ കേസും ഇവരെങ്ങനെയാണ് ഓരോ രീതിയിലാണ് ഓരോ കേസും സോൾവ് ചെയ്യുന്നത്. എത്ര കാലം നിവിനെ മെനക്കെട്ടു? ഞാനൊരു കുറച്ച് ദിവസം മെനക്കെട്ടു. ഒരു മാസത്തോളം ഞാനിങ്ങനെ സ്റ്റേഷനിലും കേസുകളുടെ പിന്നാലെ കയറി നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് ഭയങ്കര വേറൊരു ലോകമാണ് ശരിക്കും പറഞ്ഞാൽ. യഥാർത്ഥമായിട്ട് ഇവരുടെ ഒരു സബ് ഇൻസ്പെക്ടറുടെ പോലീസുകാരുടെ ജീവിതം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവർ എന്താണ് പറയുക, അവർക്ക് ഒരു ദിവസം ഒരുപാട് ജോലികൾ തീർക്കണം, ഒരു ദിവസം ഒരുപാട് പരാതികൾ അവർക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയിൽ എവിടെയെങ്കിലും ഒരു മുഖ്യമന്ത്രി വരികയാണെങ്കിൽ അപ്പോൾ അവിടെ പോകണം, അപ്പോൾ തിരിച്ച് ഇവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടെങ്കിൽ അവിടെ വരണം, തിരിച്ച് വരണം, വീട്ടിൽ നിന്ന് കോൾ വരും, വൈകിട്ട് സിനിമയ്ക്ക് പോകണം. ഇങ്ങനെയുള്ള ഒരു വേറൊരു സർക്കിളാണ് ഇവർ. ഭാര്യയെ സന്തോഷിപ്പിച്ചിരുത്തണം, എന്തെല്ലാം പണികൾ ഒരേ സമയം ചെയ്യേണ്ടത്, ഒരുപാട് സമയം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു റിയൽ ലൈഫാണ് ഈ സിനിമ. അത് കണ്ടപ്പോൾ താങ്കൾക്ക് സിമ്പതി തോന്നിയോ കേരള പോലീസിനോട്? എനിക്ക് ഒരു ബഹുമാനം തോന്നി. അതെ, തീർച്ചയായും. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വികാരങ്ങളും മാറി. അതുവരെ നമുക്കൊരു ഉറപ്പില്ലായിരുന്നു. ഇത് നമ്മൾ സിനിമയിലും എല്ലാവരും കണ്ടിട്ടുള്ള ഒരു പേടിയുള്ള ഒരു ഇമേജ് ആയിരുന്നു. ഇപ്പോൾ ഒരു റെസ്പെക്റ്റോട് കൂടിയാണ് എനിക്ക് പേഴ്സണലി പോലീസ് ഫോഴ്സിനെ കാണാൻ പറ്റുന്നത്.